പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുവാനും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാനും വഴിതെറ്റിപ്പോയ മക്കളെ തിരിച്ചു പിടിക്കുവാനും വലിയ ദാഹത്തോടെ അങ്ങേ തിരുസന്നിധിയിൽ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ നോമ്പുകാലം അങ്ങ് ഞങ്ങൾക്ക് നൽകി ഇരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാനും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുത്തോടെ പിശാചിനെ പരാജയപ്പെടുത്തുവാനും ഉന്നതമായ രക്ഷാകരമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഈ നോമ്പുകാലത്തില് ഞങ്ങൾക്കിടയാകട്ടെ. അങ്ങയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യത സ്വന്തമാക്കി എടുത്തുകൊണ്ട് നിലയില്ലാത്ത അങ്ങയുടെ കരുണക്കടലിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അങ്ങ് നൽകുന്ന യഥാർത്ഥമായ രക്ഷ കൈവരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഈശോയെ, ഈ കാർമൽ മീഡിയയിലൂടെ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇനി ആരെല്ലാം ഇതിൽ പങ്കെടുക്കണമെന്ന് അങ്ങ് തിരുമനസ്സാകുന്നുവോ ആ മക്കളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അനേക മക്കളിലേക്ക് പങ്കുവച്ചു കൊടുക്കാനും ഈ ശുശ്രൂഷ സ്വീകരിക്കപ്പെടാനും ഈ കാലഘട്ടത്തിന്റെ അവസ്ഥയില് ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേക മക്കളെ അങ്ങ് കൂട്ടിച്ചേർക്കണമേ. അതിനുവേണ്ട അഭിഷേകവും കൃപയും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെ ഈ നോമ്പുകാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന തിരുവചന ഭാഗം നമ്മുടെ കർത്താവിന്റെ മരുഭൂമിയിലെ പരീക്ഷയാണ്. പിശാച് ഈശോയെ പ്രലോഭിപ്പിക്കുന്നു. ഈശോ വചനത്തിന്റെ ശക്തിയാല് അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തും. ഈ ലോകത്തില് നമ്മൾ ജീവിക്കുമ്പോ നമുക്കറിയാം, ഉൽപ്പത്തി 2:17 നാം വായിക്കുന്നുണ്ട്, ഈ ഭൂമി ശപിക്കപ്പെട്ട മണ്ണാണ്. ആദത്തിന്റെ പാപത്തിലൂടെ ശപിക്കപ്പെട്ട മണ്ണ്. ഉൽപ്പത്തി 6:3 ജഡമായി പോയ ശരീരം. അതോടൊപ്പം തന്നെ ലോകം ദുഷ്ടന്റെ ശക്തിവലയത്തിൽ പെട്ടുപോയിരിക്കുന്നു. 6:5 ഉൽപ്പത്തി പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. അങ്ങനെ ജഡമായി പോയ ഹൃദയം, ദുഷിച്ചു പോയ, പിശാചിന് അടിമപ്പെട്ടു പോയ, ശപിക്കപ്പെട്ട ഈ മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോ പിശാചിന് ഒരുതരം ആധിപത്യം, അവകാശം ഈ ഭൂമിയുടെ മേലുണ്ട്. അതാണ് പിശാച് ഈശോയോട് പറഞ്ഞ്, ഇവയുടെ മേൽ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അധികാരം കിട്ടിയ പിശാച് നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികള് നമ്മില്, നമ്മുടെ മക്കളില്, നമ്മുടെ കുടുംബത്തില്, ജോലിയില്, പഠനത്തില്, ബിസിനസ്സില്, സാമ്പത്തിക മേഖലകളില് അവൻ പ്രവർത്തിക്കുമ്പോ അവനെ കുമ്പിട്ട് ആരാധിക്കുന്നവർക്ക് ചില അനുഗ്രഹങ്ങളും ചില സമ്പത്തും മഹത്വവും അവൻ കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി പ്രലോഭനങ്ങള് ഇന്ന് ലോകത്തിലുണ്ട്. ദൈവത്തിന്റെ മക്കള് എങ്ങനെ ജീവിക്കണമെന്ന് ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന്റെ സ്വന്തമായ കരുത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ഈശോ അതിശക്തമായിട്ട് തന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് അതിലൂടെ സാത്താന്യന് മുന്നിൽ നിന്ന് പോ എന്ന് പറഞ്ഞ് അട്ടിപ്പയച്ചുകൊണ്ട് കർത്താവ് നമുക്ക് വലിയ വിജയം നേടിത്തന്നു. ദൈവമക്കൾ എങ്ങനെ ജീവിക്കണം? അതുകൊണ്ട് തന്നെ നമ്മള് ഈ 50 നോമ്പില് ശക്തമായ പ്രാർത്ഥന, അവിടുത്തെ വചനത്തിന്റെ പിൻബലത്തില്, ഉപവാസത്തിന്റെ കരുത്തില്, അനേകം വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും അനേക പുണ്യവാന്മാരുടെ, മാലാഖമാരുടെ, സ്വർഗത്തിന്റെ ഒക്കെ വലിയ സഹായത്തില് നമ്മൾ ഈ ആത്മീയ പോരാട്ടം അതിശക്തമായിട്ട് നടത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അച്ഛൻ ഈ നോമ്പുകാലത്തിലെ മക്കൾക്ക് വേണ്ടി അവരനുഗ്രഹിക്കപ്പെടാൻ
അവർ തിരിച്ചു വരാൻ കർത്താവിന്റെ സന്നിധിയില് ഒരുമയോടെ പ്രാർത്ഥിക്കുന്ന ഈ വലിയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഈ ദിവസങ്ങളില് അനേകം പേര് അച്ഛനെ മെസ്സേജ് വിടും. അതോടൊപ്പം തന്നെ കുറേ പേര് നന്ദി പറയുന്നു. മക്കളിൽ വന്ന മാറ്റങ്ങള്, ലഭിച്ച അനുഗ്രഹങ്ങള്, ഇനിയും ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങൾ അതിലും ഏറെയാണ്. അതിന്റെ കാരണങ്ങള് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് കർത്താവിന്റെ വചനം അനുസരിച്ച് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ പാരമ്പര്യത്തെ പരിശോധിക്കണം. നോമ്പുകാലം ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിവസം എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബവൃക്ഷത്തെ, നമ്മുടെ തലമുറയെ ശുദ്ധീകരിച്ച് ചില കാര്യങ്ങൾ, കാരണങ്ങൾ കണ്ടുപിടിച്ച് വിടുതൽ വേണ്ട മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ പാപപരിഹാര ബലി അർപ്പിച്ച് ആ മഹാകരുണ സ്വന്തമാക്കി നമ്മൾ ഈ 50 ദിവസങ്ങൾ നമ്മള് വലിയ പ്രാർത്ഥനയിലാണ്. അതിനുശേഷം നമുക്കറിയാം പൊതു ഞായറാഴ്ച ദൈവ കരുണയുടെ തിരുനാൾ, മഹാതിരുനാൾ, തിരുനാളുകളുടെ തിരുനാളാണ് ദൈവ കരുണയുടെ തിരുനാൾ. അത് നമ്മൾ അതിശക്തമായിട്ട് യോഗ്യതയോടെ ഒരുക്കത്തോടെ അർപ്പിച്ചുകൊണ്ട് ആ മഹാകരുണയിൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ മുക്കിയെടുത്തുകൊണ്ട് കർത്താവ് നൽകുന്ന സ്വർഗം തരുന്ന രക്ഷ നമ്മൾ സ്വന്തമാക്കിയെടുക്കും. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഏറെയുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഈശോ നമുക്ക് തരും. ശക്തമായ പ്രാർത്ഥനയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വേദനകൾ നമുക്കല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകത്തിലായിരിക്കും നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഈ ലോകത്തിന്റെ, ജഡത്തിന്റെ, മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് പിശാച് അതിനുമേൽ അധികാരമുള്ളത് കൊണ്ട് അവൻ പല രീതികളിൽ പ്രലോഭിപ്പിക്കും, നശിപ്പിക്കും, കൊല്ലുന്ന പ്രവൃത്തികൾ ചെയ്യും, ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ വേദനകള്, സഹനങ്ങള്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, എതിർപ്പുകള് ഒക്കെ വരും. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്ത പോലുള്ള പ്രതീതികൾ നമുക്ക് തോന്നും. അവിടെയൊക്കെ ഈശോ നമ്മൾ കണ്ടു 40 ദിവസം ഉപവസിച്ചു. എന്നിട്ടും ഈശോയെ പിശാച് പരീക്ഷിച്ചു. പ്രലോഭകൻ കടന്നു വന്നു. എന്നാൽ കർത്താവ് തന്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി, ഉപവാസത്തിന്റെ ശക്തി, അതിലേറെ ദൈവമകന്റെ, ദൈവപുത്രന്റെ അധികാരത്തിന്റെ ശക്തി കർത്താവ് അവിടെ പ്രകടമാക്കി. ഇത് ഈശോ നമുക്ക് തരികയാണ്. മക്കളെ, ദൈവമക്കളാക്കി ഉയർത്തപ്പെട്ടവര്, മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവര്, ഈ അനുഭവം, ഈ അഭിഷേകം നമുക്കുണ്ട്. ഇതൊക്കെ വീണ്ടും ജ്വലിപ്പിച്ച്, ശക്തീകരിച്ച്, ഉപയോഗിച്ച് നമുക്ക് ഈ ദിവസങ്ങൾ, ഈ ദൈവകരുണയുടെ ദിവസങ്ങൾ, ഈ നോമ്പിന്റെ ദിവസങ്ങൾ, കർത്താവിന്റെ ഈ ലോക ജീവിത കാലത്തിന്റെ അഭിഷേക നിമിഷങ്ങൾ നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് യഥാർത്ഥമായ രക്ഷയിലേക്ക് വരാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളുടെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഈ ദിവസങ്ങൾ ഒരുമിച്ച്, ഞാനിന്ന് ഞങ്ങള് തമ്മിൽ കണ്ടു കാണും, നോമ്പ് കാലത്ത് മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, മക്കൾ തിരിച്ചു വരാൻ ഒരുമയോടെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാ മക്കൾക്കും വേണ്ടി, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരുടെ മക്കൾക്ക് വേണ്ടി പോരാ, ഈ ലോകത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നമ്മുടെ മീഡിയയിലൂടെ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷകള്, ധ്യാനങ്ങള്. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം, നമ്മുടെ യൂത്തിനു വേണ്ടി നമ്മൾ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യണം. പണ്ട് പറഞ്ഞു ഒരു ബാൻഡിന്റെ കാര്യം, യൂത്തുമായിട്ട് ബന്ധപ്പെട്ട് യുവജനങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കുന്ന, കർത്താവിന്റെ പാട്ടുകൾ പാടുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിനെ സ്വന്തമാക്കുന്ന ഒരു ബാൻഡ്, ഒരു മ്യൂസിക് ബാൻഡ് നമ്മൾ ഒരുക്കുകയാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. ബാക്കി എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ ദൈവം തന്നിട്ടുണ്ട്. അത് ഈശോയാണ്. ആ ഈശോയെ സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ, മക്കൾക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നലെ അച്ഛൻ പറഞ്ഞു ഒത്തിരിയേറെ ധ്യാനങ്ങളാണ്. ഇന്ന് പൂന്തറ ധ്യാനം ആരംഭിക്കുകയാണ് വൈകുന്നേരം. ശക്തമായി പ്രാർത്ഥിക്കുക. അടുത്ത 2 ദിവസങ്ങൾ അച്ഛൻ പൂന്തുറയിലാണ്.
അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ബുധനാഴ്ച തിരിച്ചു വരും. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച ഇവിടെ ധ്യാനം തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടനാട് ധ്യാനം കൺവെൻഷൻ, വൈശഭാഗം കൺവെൻഷൻ, ഒത്തിരിയേറെ ധ്യാനങ്ങളാണ്. പിന്നെ അടുത്ത മാസം അച്ഛൻ ബഹ്റൈനിൽ ധ്യാനിപ്പിക്കാൻ ഒരാഴ്ച പോകും. അതിന് ശേഷം ഒത്തിരിയേറെ ധ്യാനങ്ങളും കൺവെൻഷനുകളും ഈ നോമ്പുകാലത്ത് മുഴുവനുമുണ്ട്. അതിനിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓട്ടങ്ങളും ത്യാഗങ്ങളും സഹനങ്ങളും വില കൊടുക്കലും സ്വർഗം മാനിക്കും, ദൈവം മാനിക്കും, നമ്മൾ ദൈവം അനുഗ്രഹിക്കും. അച്ഛൻ്റെ കൂടെ നിങ്ങളുമുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, നന്ദിയോടെ ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് പരിപൂർണമായിട്ടും സമർപ്പിക്കുന്നു. കർത്താവേ, ഈ നോമ്പുകാലം അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യമാണ്. ഞങ്ങളെ രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന എല്ലാ തിന്മയിൽ നിന്ന്, പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്ന അങ്ങയുടെ വലിയ കരുണയാണല്ലോ ഈശോയെ. ആ കരുണ സ്വന്തമാക്കിയെടുക്കാൻ ഈ ദിവസങ്ങൾ മുഴുവനും ഞങ്ങൾക്കിടയാകണം. മരുഭൂമിയിലെ പരീക്ഷയില് പിശാചിനെയും അവന്റെ എല്ലാ പ്രലോഭനങ്ങളെയും വചനത്തിലൂടെ പരാജയപ്പെടുത്തിയ ഈശോയെ, ഈ 50 ദിവസങ്ങൾ അങ്ങയുടെ വചനത്തിലൂടെ, അങ്ങയുടെ രക്ഷാകര അനുഭവത്തിലൂടെ, അങ്ങയുടെ കുരിശുമരണത്തിന്റെ അപരിമേയമായ ശക്തി സ്വന്തമാക്കിക്കൊണ്ട് വലിയ രക്ഷയിലേക്ക്, വലിയ വിമോചനത്തിലേക്ക്, വലിയ അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ, ഞങ്ങളുടെ മക്കള് തിരിച്ചു പിടിക്കപ്പെടാൻ, ലോകാരൂപിയിൽ നിന്ന്, പൈശാചിക പീഡയിൽ നിന്ന്, എല്ലാ കെട്ടുകള്, ബന്ധനം, അവന്റെ കെണി, അതിൽ നിന്നൊക്കെ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഈ പ്രാർത്ഥന കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ മക്കളെ ഒന്ന് നോക്കി കാണണമേ. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം അനുസരിക്കാൻ, വചനമാകുന്ന അങ്ങയെ അനുസരിച്ച് അതിലൂടെ അങ്ങയെ സ്വന്തമാക്കി വചനത്തിലൂടെ നയിക്കപ്പെടാന്ന് പറഞ്ഞാല് അങ്ങ് തന്നെ ഞങ്ങൾ നയിക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണല്ലോ വചന അനുഷ്ഠാനത്തിന്റെ ജീവിതം. വചനം ഞങ്ങൾ അനുഷ്ഠിച്ചാല്, വചനം ഞങ്ങൾ സ്വീകരിച്ചാല്, വചനം അനുസരിച്ചാല് പിന്നെ അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങയുടെ വചനം ഞങ്ങളിൽ സംഭവിക്കട്ടെ. വചനം ഞങ്ങളിൽ അങ്ങായി മാറട്ടെ. വചനം അങ്ങയുടെ ശക്തമായ പ്രവൃത്തികൾക്ക് ഞങ്ങളുടെ ഇടയില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ തലമുറയില് ഇടയാകട്ടെ. വചനത്തിലൂടെ ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന കർത്താവേ, വചനത്തിലൂടെ ഞങ്ങൾ നയിക്കുന്ന കർത്താവേ, വചനത്തിലൂടെ ഞങ്ങൾക്ക് കൃപകൾ നൽകുന്ന കർത്താവേ, അങ്ങയുടെ തിരുവചനത്തിലൂടെ ഈ 50 ദിവസങ്ങൾ ആയിരിക്കുവാനും വചനമാകുന്ന അങ്ങയെ സ്വന്തമാക്കാൻ, കുരിശുമരണത്തിന്റെ വലിയ അഭിഷേകം സ്വന്തമാക്കാനും, അങ്ങനെ പാപത്തെ, ശാപത്തെ, മരണത്തെ, അതിന്റെ കടങ്ങളെ എല്ലാം പരാജയപ്പെടുത്തി അങ്ങയുടെ മരണത്തിന്റെ യോഗ്യതയാൽ പൈശാചിക ശക്തികളെ നിർവീര്യമാക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അതിനായി ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവെ, അങ്ങയുടെ ശക്തി ഈ മക്കളിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്കും ഇവരുടെ മക്കളിലേക്കും പ്രവഹിക്കട്ടെ എന്ന് ഇടനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇടനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയൊരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നോമ്പ് കാലം നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ, രക്ഷയുടെ, നമ്മുടെ മക്കൾ തിരിച്ചു പിടിക്കപ്പെടുന്നതിന്റെ, നമ്മുടെ മക്കള് അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ, ദൈവത്തിന്റെ മക്കള്, സ്വർഗത്തിലെ സഹായമുള്ള മക്കള്, അതിസ്വാഭാവികമായ കൃപകൾ അർഹിക്കുന്ന മക്കള്,
അവകാശപ്പെട്ട മക്കള്. അപ്പം തന്നെ കർത്താവിന്റെ കുരിശ് മരണം സ്വന്തമായുള്ള മക്കളെ നമ്മള് ആ കടൽ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ഭാഗ്യപ്പെട്ടവരാ. ഈ ഭാഗ്യം അതിന്റെ പൂർണ്ണതയില് ഒരു തടസ്സവും കൂടാതെ സ്വന്തമാക്കിയെടുക്കാൻ ഈ 50 ദിവസത്തിന്റെ ഈ നോമ്പ് നമുക്കിടയാകും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും കർത്താവ് നൽകുന്ന വചനങ്ങളെ ധ്യാനിച്ച് ആത്മശോധന ചെയ്ത് 2-3 കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനും, തുടരേണ്ടത് തുടരാനും, തുടങ്ങേണ്ടത് തുടങ്ങാനുമുള്ള സമയമാണ് ഈ നോമ്പുകാലം. 3 കാര്യങ്ങൾ. അവസാനിപ്പിക്കേണ്ടത് അവസാനിപ്പിക്കണം. അതിനെ കുറിച്ച് അച്ഛൻ പിന്നീട് പറയും. തുടങ്ങേണ്ടത് തുടങ്ങണം. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടരേണ്ട കുറെ കാര്യമുണ്ട്. ഈ പ്രാർത്ഥന തുടരണം, അത് അവസാനം വരെ തുടരണം. ഈ ഒരു അഭിഷേകം നോമ്പിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാ മക്കളും നോമ്പൊക്കെ ഗൗരവത്തോടു കൂടി എടുക്കുക. ഉപവാസം, പ്രാർത്ഥന, നോമ്പ് അത് ദാനധർമ്മത്തോടു കൂടിയാകുമ്പോൾ ദൈവത്തിന്റെ കൃപ അനന്തമായിട്ട് വരും. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവിടെ മക്കളെ, ഇപ്പോൾ അച്ഛൻ പൂന്തുറ കൺവെൻഷനിലാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കൺവെൻഷന് വേണ്ടി, ഇന്ന് ആരംഭിക്കുന്ന കൺവെൻഷന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെയാണ് പൂന്തുറ കൺവെൻഷൻ. ചൊവ്വാഴ്ച വൈകുന്നേരം തീരും. അന്ന് തന്നെ അച്ഛൻ നാട്ടിലേക്ക് തിരിച്ചു പോകും. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. പൂന്തുറ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പുകാലം ഈശോ ആഗ്രഹിക്കുന്ന പോലെ അനുഗ്രഹത്തിന്റെ, തിരിച്ചുവരവിന്റെ വലിയൊരു അഭിഷേകമായിട്ട് മാറാൻ, കൃപയുടെ, ദൈവൈക്യത്തിന്റെ വലിയ അനുഭവവും അഭിഷേകവുമായിട്ട് മാറുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് തരും മക്കളെ. എല്ലാ അനുഗ്രഹവും തരാനാണല്ലോ ദിവ്യകാനീശോയെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഹൃദയത്തിൽ പരമേൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദിവ്യകാരുണ്യ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ ദിവ്യവരങ്ങളും ചിന്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആവശ്യമായ കൃപകള്, അനുഗ്രഹങ്ങള് നമ്മുടെ മേൽ, നമ്മുടെ മക്കളുടെ മേൽ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ, തിരിച്ചു കൊണ്ടുവരണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ